നാക്കിന് കെട്ട് ഓർ ടങ് ടൈ വളരെ കോമൺലി കണ്ടുവരുന്നൊരു കണ്ടീഷനാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാക്കിന് കെട്ടുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പാനിക് ചെയ്യും. എന്താണ് അടുത്തത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. സോ പലപ്പോഴും പേരൻസ് മിസ് ഔട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ദ ഫസ്റ്റ് തിങ് അവരുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഡോക്ടറിനെ കൊണ്ട് കാണിച്ച് ആ ടങ് ടൈ എങ്ങനെയെങ്കിലും റിലീസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എന്താണ് ഈ മിസ് ചെയ്യുന്ന കാര്യം? ദ ഫസ്റ്റ് തിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇസ് ഐഡൻറ്റിഫൈ. ഈ നാക്കിന് കെട്ടുള്ള കാരണം കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ആ കുഞ്ഞിന് ആക്ച്വലി വരുന്നതെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതൊരു ക്ലാരിറ്റി ഇഷ്യൂ ആണോ, കഴിക്കാൻ പറ്റാത്തൊരു ഡിഫിക്കൽട്ടി ആണോ, നാക്ക് ശരിക്കും നീക്കാൻ പറ്റാത്തൊരു ഡിഫിക്കൽട്ടി ആണോ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദ സെക്കൻഡ് തിങ് യു ക്യാൻ ഡു ഇസ് ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനെ മീറ്റ് ചെയ്ത് ഒരു തറോ അസസ്മെൻറ്റ് നിങ്ങൾ കണ്ടക്ട് ചെയ്യുക. തറോ അസസ്മെൻറ്റിലൂടെ കുഞ്ഞിന് എന്തൊക്കെ സ്പീച്ച് ഡിഫിക്കൽട്ടീസ് ആണ്, എന്തൊക്കെ ഫീഡിങ് ഡിഫിക്കൽട്ടീസ് ആണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ആൻഡ് ദെൻ ആസ് എ പേരൻറ്റ് വീട്ടിൽ തന്നെ ഈ ബുദ്ധിമുട്ടുകൾ നോട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ ഫർദറായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ഇൻ്റർവെൻഷൻ സീക്ക് ചെയ്യാനായിട്ട് പോവാം. ഇഫ് ഇൻ കേസ് ആ നാക്കിനെ കെട്ട സർജിക്കൽ മാനേജ്മെൻറ്റോട് കൂടി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തീരുമാനിച്ചെങ്കിൽ ദ നെക്സ്റ്റ് തിങ് ഇസ് അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ സ്പീച്ച് തെറപ്പിക്ക് ഓപ്റ്റ് ചെയ്യുക. ബിക്കോസ് ആ സർജറി തീരുമ്പോഴത്തേക്കും ദ മൂവ്മെൻറ്റ് ഓഫ് ദ ടങ് ഗെറ്റ്സ് റിസ്ട്രിക്റ്റഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവെൻഷൻ എടുത്തില്ലെങ്കിൽ ഈ സർജറിക്ക് വളരെയധികം യൂസ് കുറവായിരിക്കും. സോ ദ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു നാക്കിന് കെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു ടങ് ടൈ ഉണ്ടെന്ന് നിങ്ങൾ സസ്പെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഫർദറായിട്ട് സർജിക്കൽ ഇൻ്റർവെൻഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോവുക.